ബിജെപി സഖ്യത്തെ പരാജയപ്പെടുത്തിയത് ഇന്ത്യ മുന്നണിയല്ല, വിദേശ ശക്തികളാണ്. റഷ്യൻ മാധ്യമമായ സ്പുട്നിക് പറയുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇൻഫർമേഷൻ വാർ നിരീക്ഷിക്കുന്ന ഡിസിൻഫോ ലാബ് ജൂൺ മാസം 3-ാം തീയതി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഇത്. ഈ ഇൻഫർമേഷൻ വാർ എന്ന് പറയുന്നത് ആയുധങ്ങളില്ലാതെ ആശയങ്ങൾ കൊണ്ടുള്ള ഒരു വലിയ യുദ്ധമാണ്. അതായത് പ്രത്യേകിച്ച് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കലാപങ്ങളും മറ്റു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാക്കാതെ തന്നെ സാധിക്കും. ഇപ്പോൾ ഒരു യുദ്ധമോ കലാപമോ അല്ലെങ്കിൽ വിമാനം തട്ടിക്കൊണ്ടുപോകലോ ട്രെയിനുകൾ കൂട്ടിയിടിക്കലോ അതുമല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയോ മറ്റേതെങ്കിലും അപകടങ്ങളോ ഇതൊന്നും വേണ്ട. യൂറോപ്പിലും അമേരിക്കയിലുമുള്ള പല രാജ്യങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരം തന്ത്രങ്ങൾ ശത്രു രാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മറ്റു തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളും പ്രതിരോധിക്കപ്പെട്ടു. എന്നാൽ അപ്പോഴാണ് ഈ ഇൻഫർമേഷൻ വാർ അതിനെയും പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അമേരിക്കയിലെ ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ HLF, ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ OSF, ഫ്രഞ്ച് ഇൻഡോളജിസ്റ്റായി അറിയപ്പെടുന്ന ക്രിസ്റ്റോഫ് ജാഫ്രലോട്ട് എന്ന CJ, ഇവരാണ് ഈ സ്ഥാപനങ്ങൾ. റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഗൂഢാലോചനയിൽ ഇന്ത്യക്കകത്തുള്ള നിരവധി വ്യക്തികളും സംഘടനകളും NGOകളും ഒക്കെ പങ്കുചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതായത് ജാതി സെൻസസ് എന്ന് പറയുന്ന ഒരു ആശയം 2021 ഈ ക്രിസ്റ്റോഫ് ജെഫ്രോട്ട് എഴുതി ഒരു ഗവേഷണ പ്രബന്ധമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. മുസ്ലിംസ് ഇൻ എ ടൈം ഓഫ് ഹിന്ദു മജോറിറ്റേറിയനിസം എന്ന CJയുടെ പദ്ധതിക്ക് വേണ്ടി $3,85,000, അതായത് $3,21,39,800 രൂപ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞു. ഈ ഗവേഷണത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പറ്റിയ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും മാധ്യമങ്ങളെയും സ്പോൺസർ ചെയ്യാൻ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ധനസഹായം ക്രിസ്റ്റഫർ ജെഫ്രലോട്ടിന് നൽകുന്നതിന് പുറമെ ഹിന്ദു റൈറ്റ്സ് ആൻഡ് ഇന്ത്യൻ റിലീജിയസ് നയതന്ത്രം എന്ന നിലയിൽ വീണ്ടും ഇന്ത്യക്കുള്ളിൽ ഹെൻറി ലൂസ് ഫൗണ്ടേഷൻ പണം ഇറക്കിയിട്ടുണ്ട്. അതിന് അവരുപയോഗിച്ച ആശയങ്ങൾ ഹിന്ദു ദേശീയത, വംശീയ ഐഡന്റിറ്റി, സ്വേച്ഛാധിപത്യം, മതം, പൌരത്വം എന്നീ വിഷയങ്ങളിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആകമാനം ആശങ്കകൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. കാൻഗി എൻഡോവ്മെന്റ് ഫോർ ഇന്റർനാഷണൽ പീസ് ഫൗണ്ടേഷൻ CEIP എന്ന സംഘടന $1,20,000, അതായത് $1,17,600 രൂപ ഇതിനു വേണ്ടി നൽകി. ഇന്ത്യയിൽ മതപരമായ അക്രമങ്ങൾ അതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രോജക്ടിന് $3 ലക്ഷം ഹ്യൂമൻ റൈറ്റ് വാച്ചിന് അതായത് പിന്തുണ നൽകുകയും ചെയ്തു. എന്ന് പറയുമ്പോൾ $2,50,44,000 ഇന്ത്യൻ രൂപയാണ്, വലിയ തുകയാണ് ഇന്ത്യയിലെത്തുമ്പോൾ. ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ പറ്റി മോശമായ കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ പങ്ക് ഡിസിൻഫോ ലാബ് ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. കനേഡിയൻ ഇന്ത്യൻ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള റിക്കൻ പട്ടേൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയും പട്ടേലിന്റെ നമതി ഫൗണ്ടേഷന് 2016 മുതൽ 22 വരെ OSFൽ നിന്ന് ദശലക്ഷക്കണക്കിന് അമേരിക്കൻ ഡോളർ ധനസഹായം നൽകുകയും ചെയ്തു. ഇന്ത്യ വിരുദ്ധ പദ്ധതികളിൽ പങ്കാളികളായ ഈ റിക്കൻ പട്ടേൽ ഫ്രണ്ട്സ് ഓഫ് ഡെമോക്രസി ഗ്രൂപ്പിന്റെ പ്രസിഡന്റായി ഭരണപാർട്ടിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കുക, അതായത് ഭരണഘടനയെ സംരക്ഷിക്കണം, ലഭിച്ച ഫണ്ടുകൾ ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ പോളിസി റിസർച്ചിന്റെ CPRനെ പോലുള്ള ഇന്ത്യൻ തിങ്ക് ടാങ്കുകളിലേക്കും കിട്ടി. തുടർന്ന് 2020 ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ CPRന്റെ വിദേശ ഫണ്ടിംഗ് ഗവൺമെന്റ് നിരോധിക്കുകയും ചെയ്തു. ഇതാണ് അടിത്തട്ടിൽ, അതായത് പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സംവരണം എടുത്തു കളയാൻ പോകുന്നു, OBC സംവരണം എടുത്തു കളയാൻ പോകുന്നു, ന്യൂനപക്ഷാവകാശം എടുത്തു കളയാൻ പോകുന്നു. അതിനുവേണ്ടിയാണ് കോമൺ സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. അതിൽ ഭൂരിപക്ഷം കിട്ടാൻ വേണ്ടിയാണ് 400 സീറ്റ് ചോദിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്കും OBCക്കാർക്കും SC/ST-കാർക്കും ഈ രാജ്യത്ത് ജീവിതാവകാശം നിഷേധിക്കപ്പെടും, ഭരണഘടന അപ്പാടെ തിരുത്തും എന്നൊക്കെയുള്ള കുപ്രചരണം